ഹായ് ഓൾ, ഇന്നെൻ്റെ സ്റ്റഡി പ്ലാനിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അതായത് 16/2/2025. ഇപ്പോൾ സമയം 12 മണിയാണ്. അപ്പോൾ ഞാനിന്ന് ലക്ഷ്യയുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു റാങ്ക് ഫയൽ എടുക്കുകയാണ്. അതിനകത്ത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മാത്സും ഇംഗ്ലീഷും മലയാളമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ 3 സബ്ജക്ട്സും സിലബസ് ബേസ്ഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. അതിനുശേഷം മാത്രമേ മറ്റ് സബ്ജക്ട്സിലെ ഹോട്ട് ടോപ്പിക്സുകൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് പഠിക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഏകദേശം ഞാൻ മെൻ്റൽ എബിലിറ്റി, മാത്സിൻ്റെ മെൻ്റൽ എബിലിറ്റി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് സമയവും ദൂരവുമാണ്. അപ്പോൾ മുന്നേ ഉള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് തന്നെ ഈ ഒരു സമയവും ദൂരവും പല തരത്തിൽ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നിങ്ങളോട് കാണിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനിന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം മാത്സ് തീർക്കാനായിട്ട്, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്, അപ്പോൾ വർക്കില്ല. പക്ഷേ കുഞ്ഞു മോളുള്ളത് കൊണ്ട് മോൾ ഉറങ്ങുന്ന ടൈമിൽ മാത്രമായിരിക്കും എനിക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടുന്നത്. എൻ്റെ ഈ ഒരു ദിവസത്തെ വ്ളോഗിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് ഞാൻ പഠിക്കുന്ന കാര്യങ്ങളിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ പറ്റുന്നവർ മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് വായിച്ചിട്ട് അതിന് ഓപ്ഷൻസ് എന്ന് കറക്റ്റ് ആൻസർ സ്വന്തമായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ഞാൻ കൂടുതൽ എൻ്റെ വീഡിയോസിലൂടെ സ്റ്റഡി വ്ളോഗുകളും മോട്ടിവേഷണൽ തോട്ട്സുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഒരു പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതലും ടൈം അധികം ഇതുപോലെ യൂട്യൂബർ ചാനൽസ് കണ്ട് നമ്മൾ സമയം കളയാണ്ട് പഠിക്കാനും കൂടി വിനിയോഗിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടണം എന്നൊരു ചിന്ത എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോസിൻ്റെ ഇടയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നമ്മൾ 2021 അത് മുതലുള്ള PSC ചോദിച്ചിട്ടുള്ള ഡിഗ്രി പ്രിലിമിനറി എക്സാമുകളിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഒറ്റ ഇരിപ്പിലിരുന്ന് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് ചിലർക്ക് ഭയങ്കര ഒരു ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, വീണ്ടും വീണ്ടും പഠിക്കുക എന്നുള്ളത്. ചിലർക്ക് ചില ടോപ്പിക്സുകൾ, അതായത് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് സ്പാർക്ക് ചെയ്യും, നമ്മൾ ചില ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് ഇടയ്ക്ക് വെച്ചിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവർ ഞാൻ ഈ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളത് പഠിക്കുവാനും കൂടെ അങ്ങ് ടൈം കണ്ടെത്തുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറിക്ക് ചോദിച്ചിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ എന്നുള്ളത് സമയവും വേഗം ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഞാനിന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പഠിക്കാൻ ടൈം കിട്ടിയത് വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞ സമയത്താണ്. കാരണം ആ സമയത്ത് ഒന്ന് മോൾ ഉറങ്ങിയത്. മോൾക്ക് ചെറിയൊരു ജലദോഷം പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് ആളിച്ചിരി ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ മോൾ ഉറങ്ങിയതിന് ശേഷമാണ് വീണ്ടും ഞാൻ പഠിക്കാനായിട്ട് ടൈം കിട്ടിയത് എനിക്ക്. പിന്നെ സൺഡേ അല്ലേ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിലത്തേക്ക് കൂടി ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്കിന്ന് പറ്റിയില്ല. പക്ഷേ കിട്ടുന്ന ടൈം നമ്മൾ എങ്ങനെ മാക്സിമം വിനിയോഗിക്കാം, സ്മാർട്ടായി വിനിയോഗിക്കാം എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം. ഞാൻ ഒരുവിധം ഇംഗ്ലീഷ് ടോപ്പിക്സുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് നമ്മുടെ ഗ്രാമർ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. വൊക്കാബുലറി എനിക്ക് വളരെ അത്ര ഈസി അല്ല പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബുകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ കോഡുകൾ വെച്ചിട്ടൊക്കെ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ട് നോട്ട് പോലെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണിത്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മുന്നുള്ള ഏത് വീഡിയോ എന്നൊന്നും ഓർമ്മയില്ല. ഇതൊരു വീഡിയോ എനിക്ക് കാരണം നമുക്ക് ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് അവർ തരുന്നൊരു പേരുണ്ട്. അതായത് ചില കോഡുകളിലൂടെയൊക്കെ അവർ നമുക്ക് പെട്ടെന്നൊക്കെ ചെറിയ ട്രിക്കുകളായിട്ടൊക്കെ നമുക്ക് കുറച്ച് നോട്ട്സുകളൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമ്പോൾ എല്ലാ വീഡിയോസും നമ്മൾ ഫോളോ ചെയ്യരുത്. നമുക്ക് ചിലപ്പോൾ കാണുന്ന ചില വീഡിയോസ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവയാണെങ്കിൽ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ഞാൻ ഇംഗ്ലീഷിനെ കാരണം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴും നമുക്ക് തോന്നും ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യുകയാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഒരു
ക്ലിയറായിട്ട് അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോഴാണ്. കാരണം നമ്മളെല്ലാം പഠിച്ചിട്ട് നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. പലപ്പോഴും നമ്മൾ പറയണത് അയ്യോ നമ്മൾ ബ്ലാങ്ക് ആയിപ്പോയി, നമ്മൾ പഠിച്ച കാര്യം മറന്നുപോയി, എനിക്കറിയാമായിരുന്നു അത് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ശരിക്കുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടൊരു എക്സാം അറ്റൻഡ് ചെയ്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കോച്ചിങ്ങിന് പോകാണ്ട് പഠിക്കുന്നവരായതുകൊണ്ട്, നമ്മുടെ ഒരു 90% ആൾക്കാരും കോച്ചിങ്ങിന് പോകാണ്ട് സെൽഫ് പ്രിപ്പറേഷൻ നടത്തുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്തതിന് ശേഷം എക്സാമ്പിൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. എക്സാമ്പിൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഈ ഒരു എക്സാം ടൈം, PSC നടത്തുന്ന ഒരു എക്സാം ടൈം പോലൊരു 2 മണിക്കൊക്കെ നിങ്ങൾ എക്സാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്താൽ നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഈ ഒരു 45 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞത് നമ്മൾ മാക്സിമം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം എത്ര സ്പീഡിൽ പഠിക്കാൻ പറ്റുന്നോ അത്രയും സ്പീഡിൽ പഠിച്ചാൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ കൂടുതൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി ഒന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരു ഡിസ്കഷൻ ക്ലാസ് പോലെ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ സ്റ്റഡി പോലെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഇത് എത്രമാത്രം ശരിയാണെന്നും എത്ര പേർക്ക് ഇത് റിലേറ്റ് ആകുന്നുവെന്നും പറയാൻ പറ്റില്ല. കാരണം ചില സമയം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റിൻ്റെയോ ഏതെങ്കിലും ടോപ്പിക്സുകളൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുമായിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി, അപ്പോൾ അത് നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ അത് റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എനിക്ക് അതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഇതുപോലെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ചെറിയൊരു ബ്രേക്ക് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോഴോ വേറെ ഏതെങ്കിലും GK പോർഷനിലാണെങ്കിലും മലയാളം ഇംഗ്ലീഷ് ഏതോ ആവട്ടെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ഇത് നമ്മൾ എവിടെയോ പഠിച്ചതാണല്ലോ, അല്ലെങ്കിൽ കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, അത് പഠിക്കണമെന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയം തന്നെ പഠിക്കുക. അത് ഞാൻ പിന്നീട് പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് അത് നമ്മൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ സെയിം ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസോ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ, കാരണം നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് പിന്നും സഹിക്കാൻ പറ്റും. എനിക്കൊരു 4-5 ക്വസ്റ്റ്യൻ എനിക്ക് അതുപോലെ നമുക്ക് പഠിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ മാറ്റി വെച്ച ക്വസ്റ്റ്യൻസ്, സെയിം ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സാം ഹാളിൽ ഫേസ് ചെയ്തായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് ക്വസ്റ്റ്യൻ ടാഗാണ്. കാരണം ഞാൻ ക്വസ്റ്റ്യൻ ടാഗ് മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റാങ്ക് ഫയലിനകത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽഡ് കൊടുത്തേക്കുന്നത് ഞാൻ വീണ്ടും വായിക്കണമെന്ന് എനിക്ക് തോന്നിയതിന് കാരണവും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകൾ കണ്ടപ്പോൾ അതിനകത്ത് രഞ്ജിത്ത് സാറിൻ്റെ സാർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ നമ്മൾ നോക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ വിട്ട് കളയുന്ന ഏരിയാസ് ഈ ഒരു റാങ്ക് ഫയലിനകത്ത് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ റിപ്പീറ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തും ക്വസ്റ്റ്യൻ ടാഗ് വരുന്നുണ്ട്. മിക്കവാറുമുള്ള ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ ഇപ്പോഴുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം എന്ന് പറയുമ്പോൾ അവർ മാക്സിമം അവർ ടഫാക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഇങ്ങനെയൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ അതുപോലെ തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് പഠിക്കുന്നു അങ്ങനെ കാണിച്ചിട്ടൊരു കാര്യമല്ല. പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുക. സ്മാർട്ട് വർക്കിനെ നമ്മൾ ഹാർഡ് വർക്കാക്കി മാറ്റുക. നമ്മൾ ഈ നമ്പർ ലൈനില്ലേ, ഈ നമ്പർ ലൈനിൽ നമ്മൾ നോക്കുമ്പോൾ 0 കഴിഞ്ഞിട്ട് 1 2 3 അങ്ങനെയാണ് അങ്ങ് പോകുന്നത്. പക്ഷെ നമ്മുടെ പഠിത്തമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും 0യിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. പക്ഷേ നമ്പർ ലൈനിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന 0യും 1ഉം ആണെങ്കിൽ നമുക്ക് പഠിത്തത്തിൽ 0യിൽ നിന്നും 1ലെത്താൻ വളരെയധികം കടമ്പകൾ കടക്കേണ്ടതാണ്, അല്ലേ? നമ്പർ ലൈൻ വളരെ അടുത്തായിരിക്കും, പക്ഷെ നമുക്ക് ആ ഒരു 0യിൽ നിന്ന് 1ലെത്താനായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ മുന്നേ പരീക്ഷകൾ എഴുതിയിരുന്ന സമയത്തും അത്രയധികം എക്സാമ്പിൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗ് തന്നെ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. പറ്റുന്നവർക്ക് എനിക്ക് പറ്റുമെങ്കിൽ ഞാനിത് ഷെയർ ചെയ്ത് തരാം. കാരണം വളരെയധികം യൂസ്ഫുള്ളാവും. കാരണം മുന്നേ ഉള്ള എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്ത് അവർ ഡീറ്റെയിൽ ചെയ്തേക്കുന്നത്.
മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ അവരൊരു സെറ്റ് ക്വസ്റ്റ്യൻസ് ഒരു ടൈമിലും അതായത് ഒരു എക്സാമിനും ചോദിച്ചത്, അതിപ്പോൾ LD ആണെങ്കിലും ഡിഗ്രി ലെവലിലാണെങ്കിലും ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്, അത് റീസെൻ്റായിട്ട് അവർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര ടൈം നിങ്ങൾ പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനമാവണം, അത് മാത്രം മുന്നിൽ കണ്ട് മാത്രം പഠിക്കുക. അല്ലാതെ നമ്മൾ ഓരോരുത്തരും ഇത്ര മണിക്കൂർ പഠിക്കുന്നു, എനിക്ക് ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല, നിങ്ങളെ തന്നെ നെഗറ്റീവ് ആകാണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതായത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 15 മിനിറ്റ് എനിക്ക് പഠിക്കാൻ ഇന്ന് കഴിഞ്ഞുള്ളൂ, അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീണ് കിട്ടുന്ന ഓരോ ചെറിയ നിമിഷമാണെങ്കിൽ പോലും അത് പഠിത്തത്തിനായിട്ട് പഠിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിങ്ങനെയുള്ളൊരു വീഡിയോസൊക്കെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു മോട്ടിവേഷൻ തരുന്നതിന് വേണ്ടിയിട്ടിരുന്നതാണ്. കാരണം നമ്മൾ ഒരുമിച്ച് പഠിക്കാം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തു, അല്ലെങ്കിൽ ഇത്ര പോയിൻറ്റ്സിൽ അവർ പഠിച്ചു, അത് നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഒരു കമ്പൈൻ സ്റ്റഡി പോലെ അത് ഷെയർ ചെയ്യുകയാണ് എന്നുള്ളപ്പോൾ നമുക്കും തോന്നും നമുക്കും പഠിക്കണം, നമുക്കും അല്ലെങ്കിൽ നമ്മുടെ എക്സാം പാസ്സാകണം. കാരണം നമ്മുടെ ഈ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രി പ്രിലിമിനറി എക്സാം പാസ്സാവുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. കാരണം അതിന് നമ്മൾ മാക്സിമം പോയിന്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എടുത്തെങ്കിൽ പോലും നമ്മൾ 47 പോയിൻറ്റ് സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 50 നമ്മൾ അറൗണ്ട് ചെയ്ത് വെക്കുന്നതിന് പോലും ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നമ്മൾ നല്ല രീതിയിൽ തന്നെ നല്ല തറവായി തന്നെ പഠിക്കുകയും അതിനോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയും ഒപ്പം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എഴുതുമ്പോൾ തന്നെ നമ്മളത് അവിടെ സെറ്റാവും. അതിനുശേഷം നമ്മൾ GK പോകുമ്പോൾ നമുക്ക് എന്തായാലും GK ഒരു 30 മാർക്ക് അല്ലെങ്കിൽ ഒരു 20 എങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളിന്ന് മാക്സിമം ഒരു 15 ദിവസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ആ ഹോട്ട് ടോപ്പിക്സ് മാത്രം ഒന്ന് കവർ ചെയ്തെങ്കിൽ പോലും നിങ്ങൾക്കത് ഒരു 20 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ ആയിരുന്നാലും നമുക്ക് പ്രിലിമിനറി പാസ്സാകാൻ ഈ ഒരു മാർക്ക് ധാരാളമാണ്. ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കളയുന്ന രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇതെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് റൂൾസാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഈ റൂൾസ് വെച്ചിട്ട് വേണം അത് മുന്നോട്ട് പഠിക്കാനായിട്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, സെൻറ്റൻസ് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടാഗ് എഴുതുമ്പോൾ എപ്പോഴും നെഗറ്റീവായിരിക്കും. സെൻറ്റൻസ് നെഗറ്റീവായാൽ ടാഗ് പോസിറ്റീവായിരിക്കും. ഇത് നോർമലി എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സെൻറ്റൻസിനകത്ത് ആം വരുന്ന ഒരു സെൻറ്റൻസാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഐ ആം നോട്ട്, അതൊരു നെഗറ്റീവ് വേർഡാണ്. ഐ ആം നോട്ട് എന്ന് പറയുമ്പോൾ ടാഗ് എപ്പോഴും ആം ഐ എന്നായിരിക്കും. അതുപോലെ ഐ ആം എന്ന് പറഞ്ഞ സെൻറ്റൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആമിൻ്റെ ഐ എന്ന് എഴുതാറില്ല, ആറിൻ്റെ ഐ എന്നാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഓർമ്മിച്ച് വെക്കുക ഈ ഒരു ഐ ആം വരുന്ന സെൻറ്റൻസുകളിൽ. അടുത്ത ഫോർത്ത് റൂൾ എന്ന് പറയുന്നത്, സബ്ജക്റ്റ് ഒരു വ്യക്തിയുടെ പേരിലാണെങ്കിൽ ടാഗിൽ പ്രൊനൗണ് സബ്ജക്റ്റിനെ അനുസരിച്ച് ഹി ഓർ ഷീ ആകുന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാമു ഈസ് വർക്കിംഗ് ഇൻ ആൻ ഓഫീസ്, അതെന്ന് പറയുമ്പോൾ ഈസ് ഇൻ ഹി. രാമു എന്ന് പറയുമ്പോൾ ഒരു ഹി ആവും. അപ്പോൾ നമ്മൾ ഈസാണ് അവിടുത്തെ വരുന്നത്. ആ വെർബിനനുസരിച്ച് നമ്മൾ ഈസ് ഇൻ ഹി ആയി മാറുന്നു. അടുത്ത നമ്മൾ അഞ്ചാമത്തെ റൂള്, സബ്ജക്റ്റ് പ്രൊനൗൺ ആയാൽ ടാഗിലും സെയിം തന്നെ ആയിരിക്കും. സബ്ജക്റ്റ് ഇപ്പോൾ പ്രൊനൗൺ ആവുകയാണ്, ദേ ആർ ലേണിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ അതിൻ്റെ ടാഗ് വരുമ്പോൾ ആറിൻ ദേ, പ്രൊനൗൺ ആയതുകൊണ്ട് ആറിൻ ദേ. ഇപ്പോൾ യൂസ്ഡ് ടു വരുന്ന സെൻറ്റൻസുകളിൽ ടാഗിൽ ഡിഡിൻ പ്ലസ് പ്രൊനൗൺ ആണ് വരുന്നത്. ഈ യൂസ്ഡ് ടു ഒക്കെ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഹി യൂസ്ഡ് ടു ഗുഡ് ക്രിക്കറ്റ് പ്ലെയർ, ഡിഡിൻ ഹി, അതാണ് ടാഗ് വരുന്നത്. പിന്നെ ദിസ്, ദാറ്റ്, നത്തിങ്, എനിത്തിങ്, എവറിത്തിങ്, ചൈൽഡ്, ഇൻഫൻറ്റ് തുടങ്ങിയ സെൻറ്റൻസിൽ അതിൻ്റെ ടാഗ് എന്ന് പറയുന്നത് പ്രൊനൗണായി ഇറ്റ് ഉപയോഗിക്കുന്നു. അതായത് ദിസ്, ദാറ്റ്, നത്തിങ്, എനിത്തിങ്, എവറിത്തിങ്, ചൈൽഡ്, ഇൻഫൻറ്റ് തുടങ്ങിയ സെൻറ്റൻസിൻ്റെ ടാഗിൽ നമ്മൾ പ്രൊനൗണായിട്ട് ഇറ്റാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിളെ പറയണമെങ്കിൽ നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിം. ഈ നത്തിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ അത് നമ്മൾ ടാഗ് വരുമ്പോൾ വാസ് ഇറ്റ് എന്ന് വരും. നത്തിങ് വാസ് നോൺ അബൌട്ട് ഹിമിൻ്റെ. ദീസ്, ദോസ് എന്നിവയിൽ നമ്മൾ തുടങ്ങുന്ന സെൻറ്റൻസുകളിൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ നമ്മൾ ദേ ആണ് ആഡ് ചെയ്യുന്നത്. ദീസും ദോസും അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എക്സാമിനൊക്കെ മിക്കവാറും ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് വരാറുണ്ട്. അതുപോലെ അയാമിൽ ആരംഭിക്കുന്ന സെൻറ്റൻസ് നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഓക്സിലറി വെർബിന് ആർ ഉപയോഗിക്കുന്നത്. ഐ ആം ലേറ്റ്, അത് പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ആറിൻ്റെ ഐ എന്ന് പറയുന്നു. അയാമിന് ശേഷം നെഗറ്റീവ് വേർഡ് വന്നാൽ നമ്മൾ ടാഗായിട്ട് ആം ഐ യൂസ് ചെയ്യുന്നു.
അപ്പോൾ ഇതുപോലെയുള്ള ടെക്നിക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വേണം പഠിക്കാൻ. ഈ കുറച്ച് റൂൾസ് എല്ലാം അറിഞ്ഞു വെച്ചിരുന്നാൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്കിത് വളരെയധികം പ്രയോജനപ്പെടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് തന്നെയാണ് മലയാളം പഠിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം. ഇംഗ്ലീഷ് ആയാലും അതിൻ്റെ വൊക്കാബുലറി പഠിക്കാനായിട്ട് PYQ തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.